ആഗോളതാപനത്തിന്റെ കെടുതികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമുദ്രത്തിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം ഏത്? ആഗോളതാപനത്തിന്റെ കെടുതികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമുദ്രത്തിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം ഏത്? ഏതാണ്? ഓപ്ഷൻ എ മാലിയാണ്. ഏതാണ്? മാലി. അടുത്ത ചോദ്യം, ഗംഗയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഗംഗയുമായിട്ട് ബന്ധമില്ലാത്തത് അപ്പൊ ഏതായിരിക്കും? സാങ്പോ. ഏതാണ്? സാങ്പോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം? താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതലായിട്ട് എന്തോന്നാ? കടൽ തീരമുള്ള രാജ്യം അല്ലെ. അപ്പൊ ഏതാണത്? ഇന്തോനേഷ്യ. ഏതാണ്? ഓപ്ഷൻ സി ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പത്രപ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആര്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തിന്റെ പേരിലാ? പത്രപ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ, ഓപ്ഷനകത്ത് സുരേന്ദ്രനാഥ് സെൻ ഉണ്ട്, തിരിഞ്ഞു പോകരുത്. ആരാണ്? ബാനർജിയാണ്. ആരാ? സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവിനെ നമുക്കറിയാലോ. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോ ശ്രദ്ധിക്കണേ, ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആണ് ആര്? MG റാനഡെ. ഓക്കെ, അടുത്ത ചോദ്യം, ജന്മനാ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ജന്മനാ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബാലഗംഗാധര തിലകാണ്. ആരാ? ബാലഗംഗാധര തിലകനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ജന്മനാ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ തന്നെ യജമാനനായിരിക്കാനും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാ? ഒരടിമയായിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ യജമാനനായിരിക്കാനും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് ആരാണത്? അത് എബ്രഹാം ലിങ്കൺ. ആരാണ്? എബ്രഹാം ലിങ്കൺ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? റഷ്യയാണ്. ഏതാണ്? റഷ്യ. അടുത്ത ചോദ്യം, അമേരിക്കയുടെ ആദ്യ കാലാവസ്ഥ പഠന ഉപഗ്രഹം? അമേരിക്കയുടെ ആദ്യ കാലാവസ്ഥ പഠന ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ടിറോസ് 1 ആണ്. ഏതാണ്? ടിറോസ് 1. അടുത്ത ചോദ്യം, ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം? ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ചോദിച്ചാൽ ഏതാണ്? ബെൽഗാം സമ്മേളനം. ഏതാണ്? 1924 ബെൽഗാം സമ്മേളനം. അപ്പൊ ഗാന്ധി ആകെ ഒറ്റത്തവണ മാത്രമേ എന്തായിട്ടുള്ളൂ? അധ്യക്ഷനായിട്ടുള്ളൂ. അതാണ് ഏത്? ഈ ബെൽഗാം സമ്മേളനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത്? കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഏതാണ്? കാസർഗോഡ്. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ്. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? നെഹ്റു. ചോദ്യം മറക്കലും, ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി. അപ്പൊ ആരാണ് ഉത്തരം? അത് നെഹ്റു ആണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം നമുക്കറിയാലോ. എന്നാ? 2005 എന്നാണ്. 2005. അടുത്ത ചോദ്യം, ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം? ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ചോദിച്ചാൽ ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അടുത്ത ചോദ്യം, 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി? 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ആരാ? മാർത്താണ്ഡവർമ്മ. ചോദ്യം മറക്കല്ല. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ചോദ്യം, തൃശ്ശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ നിരത്തുകൾ വഴി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം? ചോദ്യം ശ്രദ്ധിക്കണേ. തൃശ്ശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ നിരത്തുകൾ വഴി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കുട്ടൻകുളം സമരമാണ്. ഏതാണ്? കുട്ടൻകുളം സമരമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം,
ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രപ്രവേശന പ്രമേയം അവതരിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രപ്രവേശന പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ടി കെ മാധവൻ. ആരാണ്? ടി കെ മാധവൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഈർപ്പരഹിതമായ കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഈർപ്പരഹിതമായ കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ ആണ്. ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ ആണ്. അടുത്ത ചോദ്യം. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാര്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഇത് ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഗ്രിഗർ മെൻഡൽ. ആരാണ്? ഗ്രിഗർ മെൻഡൽ ആണ് എന്ത്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. ഓക്കെ, മറക്കല്ലാരാണ്? ഗ്രിഗർ മെൻഡൽ. അടുത്ത ചോദ്യം. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. കേരളത്തിൽ കൂടുതൽ ആൾക്കാരും ചായ കുടിക്കുന്നവരാണല്ലേ. അപ്പോൾ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, അപ്പോൾ ഏതാണത്? ഓർത്തിരിക്കുക. ഏതാ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ടാനിക് ആസിഡ് ആണ്. ഏതാണ്? ടാനിക് ആസിഡ് ആണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആ തേയിലയിലാണ് ഈ ഒരു ആസിഡ് ഉണ്ട്. പേര് ഓർമ്മ പറഞ്ഞ ഏതാ? ടാനിക് ആസിഡ്. ഓക്കെ, മറക്കലും ടാനിക് ആസിഡ്. അടുത്ത ചോദ്യം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏതായിരിക്കും രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ചോദ്യം മറന്നു പോകലും. രാസവസ്തുക്കളുടെ രാജാവ് ഏതാണത്? അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് അല്ലേ? ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? അത് അസിറ്റിക് ഉണ്ട്, സിട്രിക് കൊടുത്തിട്ടുണ്ട്, ലാക്റ്റിക് ഉണ്ട്, ബാർബിറ്റ്യൂറിക് ഉണ്ട്. അപ്പോൾ ചോദ്യം മറക്കലും ഏതാണ്? ഹിപ്നോട്ടൈസ് ചെയ്യാൻ. അപ്പോൾ ഏതാണ് ആ ഉപയോഗിക്കുന്ന ആസിഡ്? ബാർബിറ്റ്യൂറിക് ആസിഡ്. ഏതാണ്? ബാർബിറ്റ്യൂറിക് ആസിഡ് ആണ് എന്തിനാ? ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചാൽ ആരാണ്? ഏത് സമയത്താ? വൈക്കം സത്യാഗ്രഹം അല്ലേ? അപ്പൊ ആരായിരിക്കാം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? അത് ശ്രീമൂലം തിരുനാളാണ്. ആരാണ്? ശ്രീമൂലം തിരുനാൾ. മറക്കല്ലും. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചാൽ ആരാണ്? ശ്രീമൂലം തിരുനാൾ. അടുത്ത ചോദ്യം. ജയ ജയ കോമള കേരള ധരണി അല്ലെ? ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചത്. മറക്കല്ലും. ജയ ജയ കോമള കേരള ധരണി ആരാണത്? ബോധേശ്വരനാണ്. ആരാണ്? ഓപ്ഷൻ ഡി, ബോധേശ്വരൻ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഭാരതി ഭൂഷണം ആരുടെ ജന്മഗൃഹമാണ്? ഭാരതി ഭൂഷണം ആരുടെ ജന്മഗൃഹമാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആരുടെയായിരിക്കും? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മഗൃഹമാണ് ഏത്? ഭാരതി ഭൂഷണം. മറക്കല്ലേ, ഭാരതി ഭൂഷണം ആരുടെ ജന്മഗൃഹമാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം നോക്കാം. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ല? അപ്പോൾ അതിനകത്ത് ടി കെ മാധവനുണ്ട്, ബാരിസ്റ്റർ ജി പി പിള്ളയുണ്ട്, കെ കേളപ്പനുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്. ചോദ്യം ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ആരാണത്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ചോദ്യം മറക്കലും. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. യുക്തിവാദ പ്രസ്ഥാനമാണ്. അപ്പോൾ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? മിതവാദി ശ്രീകൃഷ്ണൻ. ആരാണ്? മിതവാദി ശ്രീകൃഷ്ണൻ. ഓക്കെ, ചോദ്യം മറക്കലും. യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പ്രധാനമന്ത്രിയാകുമ്പോൾ പാർലമെന്റ് അംഗമല്ലാത്തവർ എത്ര സമയത്തിനുള്ളിൽ അംഗമാകണം? പ്രധാനമന്ത്രിയാകുമ്പോൾ പാർലമെന്റ് അംഗമല്ലാത്തവർ എത്ര സമയത്തിനുള്ളിൽ അംഗമാകണം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 6 മാസത്തിനുള്ളിലാണ് കേട്ടോ. എത്രയാണ്? 6 മാസത്തിനുള്ളിൽ. ഓക്കെ,
അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി നമുക്കറിയാലോ, ആരാണത്? അത് മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഓക്കെ, മൗലാന അബുൽ കലാം ആസാദ്. അതുപോലെ അദ്ദേഹത്തിന്റെ ബുക്കും PS ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഓക്കെ, മാസികയുണ്ട് അൽ ഹിലാൽ അൽ ബലാഗ്, അതും PS ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പുതിയ പേര്, അല്ലേ? അപ്പൊ രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്? എങ്ങനെയാണ്? ലോക് ഭവൻ. എങ്ങനെയാണ്? ലോക് ഭവൻ. അപ്പം രാജ്ഭവന്റെ പുതിയ പേര് എങ്ങനെയാണ്? ലോക് ഭവൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേര്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേര് ചോദിച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? സേവാ തീർത്ത്. ഏതാണ്? സേവാ തീർത്ത്. ഓക്കെ.